അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ താജ്മഹലിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല വീഡിയോ ആണ്. പക്ഷെ എല്ലാവരുടെ സംശയം, ഈ വീഡിയോയിൽ ഒരാൾ പോലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്? ഇത് എഡിറ്റ് ചെയ്തതല്ലേ? ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയതല്ലേ? അങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രൗഡ് ഇല്ലാതെ, ഒരാൾ പോലും ഇല്ലാതെ എന്നുള്ളൊരു അത്യാഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ക്രൗഡ് ഇല്ലാതെ ഒരു സ്വസ്ഥമായിട്ടൊരു വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കി. അതിലെല്ലാം എല്ലാവരും പറയുന്ന, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന ഒരു കാര്യം, രാവിലെ 6 മണിക്ക് ഈ താജ്മഹലിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ പോയി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം സക്സസ് ആക്കാം. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 8 രാത്രി 10:50 നിസാമുദ്ദീൻ നഗറിൽ നിന്ന് പുറപ്പെടുന്ന ദക്ഷിൺ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. AC കോച്ചാണ് ബുക്ക് ചെയ്തത്. കാരണം രാത്രിയാണ്, നോർത്ത് ഇന്ത്യയാണ്, സ്ലീപ്പർ ക്ലാസ്സിലൊന്നും യാത്ര അത്ര സേഫ്റ്റി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ AC കോച്ച് തന്നെ ടിക്കറ്റ് എടുത്തു. 2.5 മണിക്കൂർ യാത്രയുണ്ട് ഡൽഹി ടു ആഗ്രയിലേക്ക്. 1:50 ഞങ്ങൾ ആഗ്രയിലെത്തി. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ റൂമൊന്നും എടുക്കാൻ നിന്നില്ല. കാരണം പാതിരാത്രിയാണ്, നോർത്ത് ഇന്ത്യ ആണ്, നമുക്ക് അറിയാത്ത സ്ഥലമാണ്. അങ്ങനെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം റെയിൽവേ സ്റ്റേഷനിലെ റെസ്റ്റ് റൂമിൽ തന്നെ ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. ഒരു 4:30 വരെ അവിടെ തന്നെയായിരുന്നു. 4:30 ആയപ്പം ഫ്രഷായി ഇറങ്ങി വണ്ടി പിടിച്ചു. താജ്മഹലിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അവരാദ്യം ചോദിച്ചത് ഏത് ഗേറ്റിലേക്കാണ് പോകേണ്ടതെന്ന്. അയ്യോ, അങ്ങനെയൊക്കെയുണ്ടോ? വേഗം തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയത് വെസ്റ്റ് സൈഡിലേക്കുള്ള ഗേറ്റാണ്, ആ വ്യൂ ആണ് നല്ലതെന്നൊക്കെ കണ്ടപ്പോൾ വേറെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. വണ്ടിക്കാരനോട് പറഞ്ഞു വെസ്റ്റ് സൈഡിലെ ഗേറ്റിലേക്ക് പോകണമെന്ന്. അയാൾ നേരെ വെച്ച് പിടിച്ചു. ഗേറ്റ് എത്തിയപ്പോൾ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇറങ്ങി നോക്കുമ്പോൾ കുറേ നടക്കാനുണ്ട്. ഒരു വണ്ടി പിടിച്ച് പോകാനുള്ള അത്രയും ദൂരം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഓടിയും ചാടിയും നടന്നു പോയി. ഗേറ്റിലെത്തിയപ്പോഴത്തേക്കും ഒരു 5:45 ഫസ്റ്റ് ഞങ്ങളായിരുന്നു, ആരും വന്നിട്ടില്ല. അതിന് ശേഷമാണ് കുറേ ഫോറിനേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. എന്നിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇനി ആരെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുക, എൻ്റെ കൂടെ ഉള്ളവരൊന്നും വീഡിയോ എടുക്കാൻ അത്ര എക്സ്പേർട്ടുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോൾ ആരെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുക, ഈ വീഡിയോ ആരാണ് എടുത്തു കൊടുക്കുന്നത്, എന്നാലും വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ വന്നത്. അയാൾ നമ്മളടുത്ത് പറഞ്ഞ് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉടനെ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആൾ എൻ്റെ അടുത്ത് പറയാണ്, ഇത് ഞാൻ എടുത്തു കൊടുത്ത വീഡിയോസാണ്, ഇതുപോലെ നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഫോണിൽ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഓക്കെ, എത്ര രൂപയായാലും കുഴപ്പമില്ല, എനിക്ക് ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അയാളുടെ അടുത്ത്. അങ്ങനെ സെക്യൂരിറ്റി പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറി. ഞാനായിരുന്നു ഫസ്റ്റ് കയറുന്നത് തന്നെ, ഞങ്ങളായിരുന്നു ഫസ്റ്റ് കയറിയത്. പക്ഷേ ബാഗൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിലാണെങ്കിൽ പെട്ടുപോയി ഗൈസ്. കാരണം ബാഗിനകത്ത് കുറേ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊന്നും അതിനകത്ത് അലൗഡ് അല്ലായിരുന്നു, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം പോയി. അപ്പോഴത്തേക്ക് എൻ്റെ പിറകെ കയറി വന്നവരൊക്കെ അകത്തോട്ട് കയറിപ്പോയി. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ കയറി. ഈ പുള്ളിക്കാരൻ ഫ്രണ്ടിൽ പോയിട്ട് ഫസ്റ്റ് കയറി പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു സീറ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ പോലും ഇല്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. കയറി പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി കാഴ്ചയാണ്. എനിക്ക് ഈ വീഡിയോ എടുക്കലായിരുന്നു മെയിൻ. അപ്പം അയാൾ ഓടി ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഓടുന്നതാണ്, കാരണം ബാക്കിൽ നിന്ന് അത്ര ആൾ കയറി വരുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് പോയി നിന്ന് ഈ വീഡിയോ എടുത്ത് ഒരാൾ പോലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അങ്ങനെ എൻ്റെ ഡ്രീം സക്സസ് ആയി. വല്ലാത്തൊരു സന്തോഷമായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സന്തോഷമായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങി, ഒത്തിരി പേര് കയറി. ക്രൗഡ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ക്രൗഡായി, ഇഷ്ടം പോലെ ആൾ കയറി. എവിടെയും നമുക്ക് ഒറ്റയ്ക്ക് നിന്നൊരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റാത്ത അത്രയാണ്. അപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു ഓൾറെഡി. പിന്നെ ആൾ കയറിയാലും കുഴപ്പമില്ലല്ലോ. പിന്നെ അതിന് ശേഷമാണ് താജ്മഹലിനകത്ത് കയറിയതും കാണുന്നതും. പുറത്ത് കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അകത്ത് കയറിയത്. 10-11 മണി 12 സ്പെൻഡ് ചെയ്തു. 1 മണി വരെ എനിക്ക് വന്ന ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്നൊരു 4 മണിക്ക് ട്രെയിൻ, അവിടെ നിന്ന് എടുക്കുന്ന ഒരു ട്രെയിനായിരുന്നു, അതിൽ കയറി ഡൽഹിയിൽ വന്നു. ആർക്കെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ട്രെയിനിൽ
ദക്ഷിൺ എക്സ്പ്രസ് 10:50 എടുക്കുന്നത് രാത്രി. ആ ട്രെയിനിൽ ഒരു ദിവസം മുന്നേ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്യുക. ഫുള്ളായി പോകുന്നുണ്ട്. ഞങ്ങൾ ഡേറ്റ് മാറ്റി വെച്ചതാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാതെ 7-ാം തീയതി ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അന്നത്തെ ദിവസം ടിക്കറ്റ് കിട്ടാതെ ഞങ്ങൾ 8-ാം തീയതിയിലത്തേക്ക് മാറ്റിയതാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ സിമ്പിളായിട്ട് എടുക്കാം. പക്ഷെ കുറേ കഷ്ടപ്പാടുണ്ടല്ലോ. ഏതൊരു വീഡിയോ ആണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അത് സക്സസ് ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കണം. എങ്കിലേ നമ്മളെ ഡ്രീം സക്സസ് ആവുള്ളൂ.